ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സജിതാസ് ക്രിയേഷൻ. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു അടിപൊളി കുർത്തിയാണ്. സൈഡ് ഓപ്പൺ കുർത്തിയാണ് എങ്കിൽ പോലും ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള കുർത്തിയാണ്. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പ്രിൻറ്റഡ് ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. ഇത് ഷിഫോൺ ടൈപ്പ് ക്ലോത്തൊന്നുമല്ല, എന്നാലും ആ ഒരു ഒഴുക്കിൽ നിൽക്കുന്ന ഒരു ക്ലോത്താണ്. ഈ ഒരു ടൈപ്പ് കുർത്തി നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ തൂങ്ങി നിൽക്കുന്ന ടൈപ്പ് ക്ലോത്തായിരിക്കണം വാങ്ങേണ്ടത്. ഇവിടെ ഞാൻ ലൈനിങ് വെക്കാതെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ലൈനിങ് വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു കുർത്തി സ്റ്റിച്ച് ചെയ്യാൻ ഇവിടെ 3 മീറ്റർ ക്ലോത്താണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത്രയും മതിയാവും കേട്ടോ. ഞാനിവിടെ യോക്ക് പീസിന് വേണ്ടി ക്ലോത്തിനെ കട്ട് ചെയ്ത് 4ആയിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. യോക്ക് പീസിൻ്റെ ഇറക്കം അനുസരിച്ചിട്ടാണ് ക്ലോത്ത് ഫോൾഡ് ചെയ്തിരിക്കുന്നത്. നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. ഷോൾഡറിൽ നിന്നും നേരെ താഴെ ഷേപ്പ് എവിടെയാണോ നമ്മൾ മാർക്ക് ചെയ്യുന്നത് അവിടം വരെയുള്ള ഇറക്കമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നോർമലി 13-14 ഇഞ്ചിലാണ് നമ്മൾ ഇറക്കം എടുക്കാറുള്ളത്. ഞാൻ 14 ഇഞ്ചിലാണ് ഇപ്പോൾ ഇറക്കം എടുത്തിരിക്കുന്നത്. എന്നിട്ടാണ് കട്ട് ചെയ്തതും സ്റ്റിച്ച് ചെയ്തതുമൊക്കെ. പക്ഷേ സ്റ്റിച്ച് ചെയ്ത് ധരിച്ചപ്പോൾ എനിക്ക് തോന്നി 1.5 ഇഞ്ച് കൂടി ഇറക്കി മാർക്ക് ചെയ്യാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. അതായത് നിങ്ങൾ കട്ട് ചെയ്യുന്ന സമയത്ത് എവിടെയാണോ ഷേപ്പ് വരുന്നത് അവിടെ നിന്നും 1.5 ഇഞ്ച് കൂടി ഇറക്കിയിട്ട് വേണം ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിൻ്റെ കൂടെ താഴെ സ്റ്റിച്ച് ചെയ്യാൻ 1/2 ഇഞ്ചും ഷോൾഡർ ജോയിൻ്റ് ചെയ്യാൻ ഒരു 1/2 ഇഞ്ചും അടക്കം 1 ഇഞ്ച് തയ്യൽ തുമ്പ് എക്സ്ട്രാ കൂട്ടുക. അതായത് നിങ്ങൾ എത്രയാണോ ഇറക്കം എടുത്തത് അതിൻ്റെ കൂടെ 1 ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പ് കൂടി ആഡ് ചെയ്തിട്ട് വേണം ഇതിൻ്റെ ഇറക്കം എടുക്കാൻ. ഇനി നമുക്ക് ഷോൾഡർ അളന്നെടുക്കാം. ഒരു സ്ലീവ് സ്റ്റിച്ച് ചെയ്ത പോയിൻ്റ് മുതൽ മറ്റേ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത പോയിൻ്റ് വരെയുള്ള വീതിയാണ് 14.5 ഇഞ്ചാണ് എനിക്ക് കിട്ടിയത്. അത് മുഴുവനായിട്ട് മാർക്ക് ചെയ്യല്ല ചെയ്യുക, അതിൻ്റെ നേർപകുതി എടുക്കാം. ആ പകുതിയുടെ കൂടെ നമുക്ക് സ്ലീവ് ജോയിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് കൂടി എക്സ്ട്രാ കൂട്ടണം. കാരണം 2 സൈഡിലും നമുക്ക് സ്ലീവ് ജോയിൻ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് എക്സ്ട്രാ കൂട്ടിയിട്ട് നമുക്ക് 7.25 ഇഞ്ച് എടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ഈ ഫോൾഡ് ചെയ്ത ക്ലോത്തിൻ്റെ മുകൾ വശത്ത് 7.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അവിടുന്ന് താഴ്വശത്തേക്ക് നമുക്ക് കൈക്കുഴിയാണ് മാർക്ക് ചെയ്യേണ്ടത്. കൈക്കുഴിക്ക് ഞാൻ പ്രത്യേകം അളവൊന്നും എടുക്കുന്നില്ല. നമ്മൾ എത്രയാണോ ഷോൾഡർ മാർക്ക് ചെയ്തത് അത് തന്നെയാണ് നമ്മൾ കൈക്കുഴിക്കും മാർക്ക് ചെയ്യേണ്ടത്. നോർമലി എല്ലാ ഡ്രസ്സിനും നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇവിടെ 7.25 ഇഞ്ച് മാർക്ക് ചെയ്ത് ഒരു ബോക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ നമ്മളത് ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ അളവാണ് എടുക്കേണ്ടത്. അപ്പോൾ 2 സ്ലീവും ജോയിൻ്റ് ചെയ്ത ആ ഒരു പോയിൻറ്റുകൾ തമ്മിലുള്ള വീതിയാണ് എടുക്കേണ്ടത്. എനിക്കിവിടെ 21 ആണ് കിട്ടുന്നത്. അതിൻ്റെ നേർപകുതി എടുക്കാം. അപ്പോൾ 10.5 ഇഞ്ച്, അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ആഡ് ചെയ്തിട്ട് 11.5 ഇഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്തു. ഇനി താഴെ വരുന്ന വീതിയാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഡ്രസ്സിൽ നിന്നും അളവെടുക്കുമ്പോൾ നമ്മൾ എവിടം വരെയാണോ ഇറക്കം എടുത്തിരിക്കുന്നത് ആ ഒരു ഭാഗത്തുള്ള വീതി ആയിരിക്കണം എടുക്കേണ്ടത്. ഞാനിപ്പോൾ ഷേപ്പിൻ്റെ ഭാഗത്താണ് ഇറക്കം എടുത്തത്, അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്തെ വീതിയാണ് എടുക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ഇവിടെ എനിക്ക് 18.5 ഇഞ്ചാണ് ലഭിച്ചിരിക്കുന്നത്. അതിൻ്റെ നേർപകുതി എടുക്കാം. നേർപകുതിയുടെ കൂടെ നമ്മൾ നേരത്തെ 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൂട്ടിയിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇവിടെയും 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടുക. അപ്പോൾ 10.25 ഇഞ്ചാണ് എനിക്ക് ആ ഒരു ഭാഗത്തെ ഷേപ്പ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കതവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ ഏറ്റവും താഴ്വശത്ത് ഒരു 10.25 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് മുകൾ വശത്തെ ആ ഒരു കൈക്കുഴിയുടെ പോയിൻ്റില്ലേ അവിടെ നിന്നും നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത ആ ഒരു പോയിൻറ്റിലേക്ക് ഇതുപോലെ ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നെക്ക് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ നോർമലായി എടുക്കുന്ന നെക്കിൻ്റെ നീളവും വീതിയും തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഡ്രസ്സിൽ നിന്നും അളവെടുക്കുമ്പോൾ കറക്റ്റായിട്ട് ഇതുപോലെ നെക്ക് സ്റ്റിച്ച് ചെയ്ത ഒരു പോയിൻ്റ് മുതൽ മറ്റേ പോയിൻ്റ് വരെയുള്ള അളവെടുക്കാം. 6 ഇഞ്ചാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതിൻ്റെ നേർപകുതി വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ക്ലോത്ത് ഫോൾഡ് ചെയ്തിട്ടാണുള്ളത്. കറക്റ്റായിട്ട് നെക്ക് വെച്ചിട്ട് എടുക്കണം. അതുപോലെ തന്നെ ഈ 3 ഇഞ്ച് മുഴുവനായും മാർക്ക് ചെയ്യാൻ പാടില്ല. ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടു കൊടുക്കണം. കാരണം നെക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് 2.5 ഇഞ്ചാണ് ഞാനിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ഇറക്കവും മാർക്ക് ചെയ്യാം. ഇറക്കം എടുക്കുന്നത് കണ്ടോ, ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് ആ ഒരു കറക്റ്റ് പോയിൻറ്റിൽ വെച്ചിട്ട് താഴ്വശം വരെയുള്ള ഇറക്കം എടുക്കാം.
6 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ നമ്മൾ തയ്യൽ തുമ്പ് ആഡ് ചെയ്യുകയോ കുറയ്ക്കുകയോ ഒന്നും ചെയ്യേണ്ടതില്ല. അതുപോലെ 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് രണ്ടും തമ്മിൽ യോജിപ്പിക്കുക. നമ്മൾ മുകളിൽ മാർക്ക് ചെയ്ത വീതിയും ഈ നീളവും തമ്മിൽ യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഏത് ഷേപ്പാണോ കൊടുക്കേണ്ടത് അത് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റൗണ്ട് നെക്കാണ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ തൊട്ട് മുകളിൽ തന്നെ ബാക്ക് നെക്കും മാർക്ക് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. 3 ഇഞ്ചാണ് ഞാൻ ബാക്ക് നെക്കിൻ്റെ ഇറക്കം നോർമലി എടുക്കാറുള്ളത്. പക്ഷേ ഇപ്പോൾ 4 ഇഞ്ച് ഇവിടെ ഞാൻ കൊടുക്കുന്നുണ്ട്. കുറച്ച് ഇറക്കം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. മിനിമം 3 ഇഞ്ചെങ്കിലും കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് അതും ഒരു ബോക്സ് ആക്കി എടുക്കാം. ബാക്ക് നെക്കും ഞാൻ റൗണ്ട് ഷേപ്പാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ഒന്ന് സ്ലോപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3/4 ഇഞ്ച് ഞാൻ ഈ കൈക്കുഴിയുടെ ഭാഗത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ചെറിയ കുട്ടികളുടേതൊക്കെ ആണെങ്കിൽ ഒരു 1/2 ഇഞ്ചൊക്കെ മതിയാവും കേട്ടോ. ഇപ്പോൾ ഈ മാർക്ക് ചെയ്ത പോയിൻ്റ് നെക്കിൻ്റെ ആ ഒരു വശത്ത് നിന്നും ചെരിച്ച് കൊണ്ടുവന്ന് യോജിപ്പിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അതുപോലെ താഴ്വശത്ത് ഇതുപോലെ ഒന്ന് കയറ്റി മാർക്ക് ചെയ്ത് കൊടുക്കുക. ആ ഒരു സൈഡ് തൂങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ബാക്ക് നെക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് 2 പീസും ഒന്നിച്ച് കട്ട് ചെയ്തങ്ങ് എടുക്കുക. ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഒന്നിച്ച് പിടിച്ച് കട്ട് ചെയ്തെടുക്കാം. എന്നാൽ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ചെയ്യാൻ പാടില്ല. ഫ്രണ്ട് പീസ് സെപ്പറേറ്റ് എടുത്തിട്ട് ആ ഒരു പീസ് മാത്രം കട്ട് ചെയ്യുക. നെക്ക് കട്ട് ചെയ്തതിന് ശേഷം മാർക്ക് ചെയ്ത പോയിന്റിലൂടെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇപ്പോൾ നമ്മളിത് കറക്റ്റായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് പീസ് ഒന്ന് മാറ്റി വെക്കാം. അതിനുശേഷം ഫ്രണ്ട് പീസ് ഒന്ന് സെൻറ്ററിൽ കൂടി ഓപ്പൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫോൾഡിങ് വരുന്ന ഭാഗത്ത് കൂടി ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു ഭാഗം നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ഇത് നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമല്ല. ഫ്രണ്ടിൽ ജസ്റ്റ് ഒരു ഓപ്പൺ കൊടുക്കണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിത് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഇപ്പോൾ നമ്മളിതാ ഫ്രണ്ട് പീസ് 2ആയി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫ്രണ്ടിൽ ആ ഒരു കട്ടിങ് വരുന്ന ഭാഗത്ത് നമ്മൾ ബട്ടൺസ് ആണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാം. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി കൈക്കുഴിയുടെ അളവൊന്ന് എടുക്കാം. ഈ രീതിയിൽ അളവെടുത്താൽ കറക്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ഷോൾഡറിൽ നിന്ന് മൂവ് ചെയ്ത് മുഴുവനായിട്ടുള്ള വീതി എടുക്കാം. ഈ എടുത്ത അളവിൽ നിന്നും, അതായത് കിട്ടിയ അളവിൽ നിന്നും 1 ഇഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ സ്ലീവ് ഫോൾഡ് ചെയ്തതിൻ്റെ വീതി എടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇപ്പോൾ ഞാനിവിടെ ക്ലോത്തിനെ 4ആയിട്ട് ഫോൾഡ് ചെയ്തു. അപ്പോൾ എനിക്ക് നേരത്തെ കൈക്കുഴി അളന്നപ്പോൾ 9 ഇഞ്ചാണ് കിട്ടിയത്. ആ 9 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതാണ് നമ്മുടെ സ്ലീവിൻ്റെ വീതി വരുന്നത്, മുകൾ വശത്തെ വീതി വരുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും താഴേക്ക് ഒരു 3 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്ത് കൊടുക്കാം. സ്ലീവ് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്കിതാ ഈ ഒരു ഭാഗത്ത് നിന്നും ഇതുപോലെ പതുക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. കണ്ടോ, ഇപ്പം നമ്മളിതാ കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിൻ്റെ ഇറക്കം നോക്കാം. അപ്പോൾ സ്ലീവിൻ്റെ ഇറക്കം നോക്കാൻ വേണ്ടിയിട്ട് സ്ലീവ് ജോയിൻ്റ് ചെയ്ത പോയിൻ്റ് മുതൽ താഴ്വശം വരെയുള്ള ഇറക്കം എടുക്കാം. 16 ഇഞ്ച്. ഇതിൻ്റെ കൂടെ മുകൾ വശം ജോയിൻ്റ് ചെയ്യാൻ 1/2 ഇഞ്ചും താഴ്വശം ഫോൾഡ് ചെയ്യാൻ 1 ഇഞ്ചും അടക്കം 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്യണം. എന്നിട്ട് ഈ ഒരു ഭാഗത്താണ് അളവ് നോക്കേണ്ടത്. ഇനി നമുക്കിതിൻ്റെ താഴ്വശത്തെ വീതി നോക്കാം. കണ്ടോ, കറക്റ്റായിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വീതി എടുക്കാം. 5 ഇഞ്ചാണ് വരുന്നത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ആഡ് ചെയ്യണം. അപ്പോൾ 6 ഇഞ്ച്. ഈ 6 ഇഞ്ചാണ് ഞാനിതാ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളും ഇതുപോലെ അളവെടുത്തിട്ട് വേണം മാർക്ക് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇനി നമുക്ക് കുറച്ച് മുകളിലോട്ട് മാറിയിട്ട് അവിടുത്തെ വീതിയും എടുക്കാം. ആ ഒരു വീതി നമുക്കിതാ ഇതുപോലെ കുറച്ച് മാറി മാർക്ക് ചെയ്ത് കൊടുക്കാം. അവിടെ നിന്ന് കുറച്ചുകൂടി വീതി കൂട്ടിയിട്ട് മുകൾ വശത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ടുള്ള അളവിൽ നമുക്ക് സ്ലീവ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ സ്ലീവ് കൃത്യമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് യോക്ക് പീസിൽ നിന്നും താഴേക്കുള്ള സ്കേർട്ട് പോർഷൻ്റെ പീസാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്ലോത്തിനെ 4ആയി ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് യോക്ക് പീസിൽ നിന്നും താഴ്വശത്തേക്കുള്ള ഇറക്കാണ് എടുക്കേണ്ടത്. നമ്മൾ ഫസ്റ്റ് ഷോൾഡർ മുതൽ യോക്ക് പീസ് വരെ ഒരു ഇറക്കം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ യോക്ക് പീസ് കട്ട് ചെയ്തെടുത്ത് അപ്പോൾ ആ ഒരു ഇറക്കം മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ യോക്ക് പീസ് മാർക്ക് ചെയ്ത എൻഡില്ലേ അവിടെ മുതൽ താഴ്വശം വരെയുള്ള ഇറക്കാണ് എടുക്കേണ്ടത്.
കണ്ടോ, ആ ഒരു പോയിൻ്റ് മുതൽ കൃത്യമായി താഴ്വശം വരെ എത്ര ഇറക്കമാണോ വേണ്ടത് അതെടുക്കാം. ഇപ്പോൾ 32 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ മുകളിൽ ജോയിൻ്റ് ചെയ്യാൻ 1/2 ഇഞ്ചും താഴ്വശം 1 ഇഞ്ച് തയ്യൽ തുമ്പും അടക്കം നമുക്ക് 33.5 ഇഞ്ച് എടുക്കാം. ഈ ഒരു കുർത്തി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇറക്കം കുറച്ച് ചെയ്യാൻ പാടില്ല, കുറച്ച് നല്ല ഇറക്കത്തിൽ തന്നെ ചെയ്യുന്നതായിരിക്കും കാണാനും ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ഫിനിഷിംഗ് ഒക്കെ കിട്ടാൻ നല്ലത്. അപ്പോൾ ഞാനിതാ ഇവിടെ 33.5 ഇഞ്ച് ഇറക്കം എടുത്തിട്ടുണ്ട്. കണ്ടോ, കൃത്യമായി 33.5 ഇഞ്ച് ഇറക്കം എടുത്തിട്ടുണ്ട്. നിങ്ങളും അതുപോലെ നോക്കിയിട്ട് ഇറക്കം എടുക്കാം. ഒന്നുകൂടി പറഞ്ഞു തരാം, യോക്ക് പീസ് കട്ട് ചെയ്തിട്ട് അവിടുന്ന് താഴ്വശത്തേക്ക് വരുന്ന ഇറക്കമാണ് നമ്മൾ കുർത്തിയുടെ സ്കേർട്ട് പീസിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇറക്കം കുറയാനും പാടില്ല. ഇനി നമുക്കിതിൻ്റെ വീതി എത്രയാണെന്ന് നോക്കാം. നമ്മൾ യോക്ക് പീസ് 4ആയിട്ട് ഫോൾഡ് ചെയ്യുമ്പോൾ ഇതുപോലെ നമുക്ക് വീതി എക്സ്ട്രാ കിട്ടണം. അതായത് യോക്ക് പീസിന് നമ്മൾ ഫ്രില്ലിട്ടിട്ടാണ് സ്കേർട്ട് പീസ് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ യോക്ക് പീസിൻ്റെ ഇരട്ടി ക്ലോത്ത് നമുക്ക് വേണം. അതായത് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ടുള്ള യോക്ക് പീസ് നമ്മൾ അളന്നെടുത്ത ആ ഒരളവ് 10.25 ഇഞ്ചാണ്. ആ 10.25 നമുക്ക് 11 ഇഞ്ചാക്കാം. 11ൻ്റെ ഇരട്ടി 22 ഇഞ്ച് നമുക്ക് വീതി വേണം നമ്മുടെ സ്കേർട്ട് പീസിൻ്റെ ക്ലോത്തിന്. അതായത് നമ്മുടെ യോക്ക് പീസിൻ്റെ ഇരട്ടി വീതി. കണ്ടോ, ഇതുപോലെ 22 ഇഞ്ചാണ് ഞാനിപ്പോൾ യോക്ക് പീസിൻ്റെ വീതി എടുത്തിരിക്കുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ഫ്രില്ലിടുമ്പോൾ അതിൻ്റെ ആ ഒരു കൃത്യമായ എഫക്റ്റ് കിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്രണ്ട് പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കട്ട് ചെയ്തില്ലേ, ആ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ ഒരു 2.5 ഇഞ്ച് വീതി വരുന്ന ഒരു ക്ലോത്ത് എടുക്കാം. എന്നിട്ടിതാ ഈ ഒരു വശത്ത് കൃത്യമായിട്ട് 2.5 ഇഞ്ചിൻ്റെ ക്ലോത്ത് വെച്ച് കൊടുക്കാം. അതേപോലെ തന്നെ നെക്സ്റ്റ് പോർഷനിൽ വെക്കാൻ വേണ്ടിയിട്ട് 3.5 ഇഞ്ചിൻ്റെ ഒരു ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. അത് കൃത്യമായിട്ട് ഇതിൻ്റെ മുകളിലും വെച്ച് കൊടുക്കാം. വീഡിയോയിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് സൈഡിലാണ് വെക്കേണ്ടത് എന്ന്. ഇതുപോലെ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ വെച്ചിട്ട് ആ ഒരു സൈഡിൽ ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഈ ഒരു ഓപ്പണിംഗ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാം. ഓപ്പണിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ഭാഗം നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. ഇപ്പോൾ നമ്മളിത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ തിരിച്ചിട്ടിട്ടൊന്ന് കറക്റ്റായി ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ 2.5 ഇഞ്ച് എടുത്തില്ലേ, ആ ഒരു ഭാഗത്ത് നമ്മൾ ചെയ്യേണ്ടത് ക്ലോത്തിനെ ഇതുപോലെ 1 ഇഞ്ച് ഫോൾഡ് ചെയ്യുക. പിന്നീട് മുഴുവനായും ബാക്ക് സൈഡിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് സൈഡിലൂടെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ നമ്മളിതാ കറക്റ്റായിട്ടത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു പീസ് എടുക്കാം. എന്നിട്ട് അതൊരു 1/2 ഇഞ്ച് ഫോൾഡ് ചെയ്യാം. എന്നിട്ട് സെൻറ്ററിൽ കൂടി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. മുഴുവനായിട്ടും ബാക്ക് സൈഡിലേക്ക് കൊണ്ടുവരാൻ പാടില്ല, സെൻറ്ററിൽ വെച്ച് ഫോൾഡ് ചെയ്യണം. 2 സൈഡിലും അതിൻ്റെ പീസ് വരണം കേട്ടോ. ഇപ്പോൾ നമ്മളിതാ കറക്റ്റായിട്ട് അതുപോലെ സ്റ്റിച്ച് ചെയ്ത് ബാലൻസ് ഉള്ള പീസൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതാ ഈ യോക്ക് പീസിൻ്റെ 2 വശങ്ങളും, അതായത് ഫ്രണ്ടിൻ്റെ തന്നെ 2 വശവും നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ടിതാ ഈ 3 ഇഞ്ച് വീതിക്ക് സ്റ്റിച്ച് ചെയ്ത ആ ഒരു പീസിൻ്റെ മുകളിലേക്ക് 2.5 ഇഞ്ചിൻ്റെ പീസ് വെച്ചിട്ട് ഇതിൻ്റെ ഏറ്റവും താഴ്വശം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അതിന് ശേഷം നമ്മുടെ സ്കേർട്ട് പീസ് കറക്റ്റ് ആ യോക്ക് പീസിൻ്റെ അളവിൽ വരുന്ന വിധം നമുക്ക് ഫ്രില്ലിട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ സ്കേർട്ട് പീസിൻ്റെ മുകൾ വശത്ത് ഒരു സ്ട്രൈറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നല്ല വീതിക്ക് നൂല് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. അതായത് ലൂസ് സ്റ്റിച്ച് വേണം നമ്മൾ ആ മുകൾ വശത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ഇപ്പോൾ നമ്മളിതാ കറക്റ്റായിട്ടത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ഇതുപോലെ നൂല് പതുക്കെ പതുക്കെ വലിച്ചിട്ട് കുഞ്ഞു കുഞ്ഞു ഫ്രില്ലിട്ട് കൊടുക്കാം കേട്ടോ. കണ്ടോ, ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് കുഞ്ഞു കുഞ്ഞു ഫ്രില്ലിട്ടിട്ട് എല്ലാ ഭാഗവും ഈക്വലാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് യോക്ക് പീസ് എടുക്കാം. യോക്ക് പീസിൻ്റെ നല്ല വശവും ഈ സ്കേർട്ട് പീസിൻ്റെ നല്ല വശവും ഒന്നിച്ച് വരുന്ന വിധം മുകളിൽ വെച്ച് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ വച്ചതിന് ശേഷം കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തും ഫ്രില്ല് ഈക്വലായിട്ട് വരുന്ന വിധത്തിലൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിന് ശേഷം യോക്ക് പീസും സ്കേർട്ട് പീസിൻ്റെയും മുകളിലൂടെ സ്റ്റിച്ച് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ബാക്ക് പീസിൻ്റെ മുകളിലേക്ക് ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം വെച്ച് കൊടുക്കുക. രണ്ടിൻ്റെയും നല്ല വശം വെച്ചതിന് ശേഷം ഷോൾഡർ രണ്ടും നമുക്ക് 1/2 ഇഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട്
ഇതിൻ്റെ മുകൾ വശത്തു കൂടി ഒരു 2 സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. കറക്റ്റ് ആ ഒരു ഫിനിഷിങ് കിട്ടാനാണ് കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നെക്ക് സ്റ്റിച്ച് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ ബാക്ക് പോർഷൻ എടുക്കുക, അതായത് മോശം വശം എടുക്കാം. എന്നിട്ട് ക്രോസ് പീസ് വെച്ചിട്ടാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ക്രോസ് പീസിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് ഒന്ന് ഫോൾഡ് ചെയ്യുക. 1 ഇഞ്ച് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ പതുക്കെ മൂവ് ചെയ്ത് നെക്കിൻ്റെ എൻഡ് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. മെയിൻ പീസിൻ്റെ മോശം വശവും നമ്മുടെ ക്രോസ് പീസിൻ്റെ നല്ല വശവും വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഇതിനെ തിരിച്ചിട്ടതിന് ശേഷം ഒന്ന് ഫോൾഡ് ചെയ്യുക. വീണ്ടും ഒന്നുകൂടി ഫോൾഡ് ചെയ്തിട്ട് മുഴുവനായിട്ടും ഫ്രണ്ട് പോർഷനിലേക്ക് കൊണ്ടുവരിക. കണ്ടോ, ഇതുപോലെ വെച്ചിട്ട് ഒന്ന് 1/2 ഇഞ്ച് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് മുഴുവനായും ഫ്രണ്ട് പോർഷനിലേക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് നെക്ക് ചുറ്റും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കൈക്കുഴിയുടെ ഭാഗത്ത് സ്ലീവിൻ്റെ നല്ല വശം വെച്ച് കൊടുക്കുക. സ്ലീവിൻ്റെ താഴ്വശം ഞാൻ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്റർ പോയിൻ്റ് രണ്ടും കറക്റ്റായി വരുന്ന വിധം വെച്ചിട്ട് ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് വീണ്ടും സെൻറ്റർ പോയിൻറ്റിലേക്ക് സ്റ്റിച്ച് ചെയ്ത് വരിക. അവിടെ നിന്ന് മറ്റേ സൈഡിലേക്കും ഇതുപോലെ പതുക്കെ മൂവ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ സ്ലീവ് മുതൽ താഴ്വശം വരെയാണ് നോർമലി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. പക്ഷേ ഇവിടെ അങ്ങനെയല്ല ചെയ്യുന്നത്. സ്ലീവ് മുതൽ എവിടെയാണോ നമ്മൾ നോർമൽ ചുരിദാറിന് സ്ലിറ്റ് മാർക്ക് ചെയ്യുന്നത് അതുവരെയുള്ള ഇറക്കാണ് എടുക്കേണ്ടത്. കണ്ടോ, 21 ഇഞ്ച് ഇറക്കത്തിലാണ് ഞാനിവിടെ സ്ലിറ്റ് നോർമലായി മാർക്ക് ചെയ്യാറുള്ളത്. ആ 21 ഇഞ്ചിലുള്ള ഇറക്കാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾ എത്ര ഇറക്കത്തിലാണോ എടുക്കുന്നത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. നന്നായി ഇറക്കി എടുക്കേണ്ട. ഒരു 20, 21, 22 ഇഞ്ചിൽ താഴെ പോകണ്ട കേട്ടോ, എങ്കിൽ അതിൻ്റെ ഒരു ഭംഗി കിട്ടില്ല. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഞാനിവിടെ 21 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്ലീവ് മുതൽ ഇതുപോലെ പതുക്കെ താഴ്വശം വരെ 1 ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. താഴ്വശം എന്ന് പറയുന്നത് നമ്മൾ 21 ഇഞ്ച് എവിടെയാണോ മാർക്ക് ചെയ്തത്, അല്ലെങ്കിൽ സ്ലിറ്റിൻ്റെ അളവ് എവിടെയാണോ മാർക്ക് ചെയ്തത് അവിടം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. കണ്ടോ, ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് സ്ലീവ് മുതൽ ആ 21 ഇഞ്ച് ഇറക്കം മാർക്ക് ചെയ്തത് വരെയുള്ള ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഏറ്റവും താഴ്വശം മുതൽ നമുക്ക് ഫോൾഡ് ചെയ്ത് തുടങ്ങാം. നോർമൽ സ്ലിറ്റ് ചുരിദാറിന് ചെയ്യുന്നത് പോലെ നമ്മൾ ഇതുപോലെ പതുക്കെ 1/2 ഇഞ്ച് ഫോൾഡ് ചെയ്യുക. വീണ്ടും 1/2 ഇഞ്ച് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ ആ 21 ഇഞ്ച് മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തില്ലേ അതുവരെ കൊണ്ടുവരിക. എന്നിട്ട് അവിടെ നിന്ന് മറ്റേ സൈഡിലേക്ക് പോയിട്ട് അവിടെയും ഇതുപോലെ ഒരു 1/2 ഇഞ്ച് ഫോൾഡ് ചെയ്തിട്ട് താഴ്വശം വരെ നമുക്ക് പതുക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരിക്കലും വലിച്ച് സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല. കണ്ടോ, നമ്മളിപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു സൈഡ് മുഴുവനായും ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. 2 സൈഡും നമുക്കിതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. അതിനുശേഷം താഴ്വശം കൂടി ഒരു 1/2 ഇഞ്ച് ഫോൾഡ് ചെയ്യുക. വീണ്ടും ഒരു 1/2 ഇഞ്ച് ഫോൾഡ് ചെയ്തിട്ട് മുഴുവനായും താഴ്വശം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. കണ്ടോ, നമ്മളിപ്പോൾ കറക്റ്റായിട്ട് സൈഡ് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നോർമൽ ചുരിദാറിന് നമ്മൾ എങ്ങനെയാണോ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യുക സെയിം മെത്തേഡ് തന്നെയാണ് ഇതും ചെയ്തെടുക്കേണ്ടത്. ഇനി ഏറ്റവും മുകൾ വശം ഓപ്പൺ ചെയ്ത ഭാഗത്ത് നമുക്ക് കുഞ്ഞു ബട്ടൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഹുക്ക് വെച്ചിട്ട് ബ്ലൗസിന് വെക്കുന്ന പോലെ ഹുക്ക് വെച്ചിട്ടും അതിൻ്റെ പുറത്ത് ഷോ ബട്ടൺ വെച്ചിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ സൈഡ് ഓപ്പൺ ഫ്രില്ലഡ് കുർത്തി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള ഒരു കുർത്തിയാണ്. തീർച്ചയായും സ്റ്റിച്ച് ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അത് നല്ലതായിക്കോട്ടെ മോശമായിക്കോട്ടെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് ടൈം പുതിയൊരു വീഡിയോവുമായിട്ട് വരും. അതുവരെ ബൈ, ടേക്ക് കെയർ.